not sure if you know this, but when we first met, I got so nervous I couldn't speak. In that very moment, I found the one, and my life had found its missing piece. So as long as I live, I love you, will have and hold you. You look so beautiful in white, and from now to my very last breath, this day I'll cherish. You look so beautiful in white tonight. What we have is timeless, my love is endless, and with this ring I say to the world, you're my every reason, you're all that I believe in. With all my heart I mean every word. So as long as I live, I love you, will have and hold you. You look so beautiful in white, and from now to my very last breath. പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇതിനെ നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവമേ, നിന്നെ ഞങ്ങൾ ആരാധിച്ച് സ്തുതിക്കുന്നു. നീ ഞങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന എല്ലാ കൃപകൾക്കും നന്ദി പറയുന്നു. നീ മനുഷ്യനെ സകല ജീവിജാലങ്ങളുടെ ഉപരിയായി സൃഷ്ടിക്കുകയും അവനേകനായിരിക്കുന്ന നന്നല്ല അവന് ചേർന്നതിനെ ഞാൻ നൽകും എന്നറിയി ചെയ്ത് ഏകാന്തതയിൽ നിന്ന് കൈപിടിച്ചുയർത്തി ജീവിതസഖിയെ നൽകി ആദ്യ വിവാഹം ആശീർവദിച്ചുവല്ലോ. ഇന്ന് ഞങ്ങളുടെ മകൻ നീ സ്ഥാപിച്ച വിവാഹാന്തസ്സിലേക്ക് പ്രവേശിക്കുവാൻ ദേവാലയത്തിലേക്ക് പോവുകയാണ്. വളരെയേറെ ചിന്തിച്ചും പ്രാർത്ഥിച്ചും തെരഞ്ഞെടുത്ത വിവാഹമെന്ന ദൈവവിളിയിൽ ജീവിതാന്ത്യം വരെ തുടരുവാൻ കർത്താവെ നീ അനുഗ്രഹിക്കണമേ. ആദത്തിനും ഹവ്വായെയും അബ്രഹത്തിന് സാറായെയും സഹാക്കിന് റബേക്കയെയും ജീവിതസഖിയായി നൽകി അനുഗ്രഹിച്ച ദൈവമേ, ഇന്ന് വിവാഹാന്തസ്സിൽ പ്രവേശിക്കാൻ പോകുന്ന ഞങ്ങളുടെ മകൻ സിജിനെ നീ സഭയെ ഭരമേൽപ്പിച്ചതുപോലെ സഭ നിനക്ക് കീഴ്പ്പെട്ടിരിക്കുന്നത് പോലെ പരസ്പരം സ്നേഹിക്കുന്ന, പരസ്പരം വിശ്വസ്തത പുലർത്തുന്ന, താങ്ങും തണലുമാകുന്ന, ഊന്നും ഉറപ്പുമാകുന്ന പങ്കാളിയായി കുടുംബജീവിതം നയിക്കുവാൻ അനുഗ്രഹിക്കണമേ. കാനായിലെ കല്യാണ വിരുന്നിൽ സംബന്ധിച്ച
വധുവരന്മാരെയും കുടുംബാംഗങ്ങളെയും ആശീർവദിച്ച് അനുഗ്രഹിച്ച് ഈശോനാഥ, ഇന്ന് വിവാഹിതരാകാൻ പോകുന്ന ഞങ്ങളുടെ സിജിനെയും റീമയെയും നിനക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. സ്നേഹനാഥനായ ദൈവമേ, നിന്റെ തൃക്കര നീട്ടിയും മകനെ ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ. തിരുക്കുടുംബത്തിന്റെ തലവനായ മാർ യോസേപ്പേ, ഞങ്ങളുടെ അമ്മയായ പരിശുദ്ധ മറിയമേ, സകല വിശുദ്ധരെ, ഇവരുടെ സ്വർഗീയ മധ്യസ്ഥരെ, ഇവരുടെ വിവാഹം ശുഭമായി തീർന്ന് ഇവരുടെ ദാമ്പത്യ ജീവിതം വിജയകരമായി തീരുവാൻ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ഈ പ്രാർത്ഥന പിതാവായ ദൈവത്തിന് ഞങ്ങൾ സമർപ്പിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 2-ാം അധ്യായം. കാനായിലെ വിവാഹ വിരുന്ന്. 3-ാം ദിവസം ഗലീലയിലെ കാനായിൽ ഒരു വിവാഹ വിരുന്ന് നടന്നു. യേശുവിൻ്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. യേശുവും ശിഷ്യന്മാരും വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരുന്നു. അവിടെ വീഞ്ഞ് തീർന്നു പോയപ്പോൾ യേശുവിൻ്റെ അമ്മ അവനോട് പറഞ്ഞു, അവർക്ക് വീഞ്ഞില്ല. യേശു അവളോട് പറഞ്ഞു, സ്ത്രീയെ, എനിക്കും നിനക്കും എന്ത്? എൻ്റെ സമയം ഇനിയും ആയിട്ടില്ല. അവൻ്റെ അമ്മ പരിചാരകരോട് പറഞ്ഞു, അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവിൻ. യഹൂദരുടെ ശുദ്ധീകരണ കർമ്മത്തിലുള്ള വെള്ളം നിറയ്ക്കുന്ന 6 കൽഭരണികൾ അവിടെ ഉണ്ടായിരുന്നു. ഓരോന്നിലും 2-3 അളവ് കൊള്ളുമായിരുന്നു. ഭരണികളിൽ വെള്ളം നിറയ്ക്കുവിനെന്ന് യേശു അവരോട് കൽപ്പിച്ചു. അവർ അവയെല്ലാം വക്കോളം നിറച്ചു. ഇനി പകർന്ന് കലവറക്കാരൻ്റെ അടുത്ത് കൊണ്ടുചെല്ലുവിനെന്ന് അവൻ പറഞ്ഞു. അവർ അപ്രകാരം ചെയ്തു. കലവറക്കാരൻ വീഞ്ഞായി മാറിയ വെള്ളം രുചിച്ചു നോക്കി. അതെവിടെ നിന്നാണെന്ന് അവൻ അറിഞ്ഞില്ല. എന്നാൽ വെള്ളം കോരിയ പരിചാരകർ അറിഞ്ഞിരുന്നു. അവൻ മണവാളനെ വിളിച്ചു പറഞ്ഞു, എല്ലാവരും മേൽത്തരം വീഞ്ഞ് ആദ്യം വിളമ്പുന്നു, അതിഥികൾക്ക് ലഹരി പിടിച്ചു കഴിയുമ്പോൾ താഴ്ന്ന തരവും. എന്നാൽ നീ നല്ല വീഞ്ഞ് ഇതുവരെയും സൂക്ഷിച്ചു വെച്ചുവല്ലോ. യേശു തന്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണ് ഗലീലയിലെ കാനായിൽ ചെയ്ത ഈ അത്ഭുതം. അവന്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു. Sunlight fell and reminded me that life can be so gracious sometimes. And I felt like everything around me was connected somehow. At night I hear the rhythm of the ocean as it breaks on the shore. And I think about all the things that I am grateful for. And they say, hold on to the ones you love, keep them close to you. And they say, hold on to this time we have, and let the light shine through. Sometimes I get a little bit emotional when I see love unfold. Two hearts bound by reflections of the memories they'll forever hold. And they say, hold on to the ones you love, keep them close to you. And they say, hold on to this time we have, and let the light shine through.
തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നിടാം ഒരുമയോടെ ബലിയർപ്പിക്കാം. സ്വർലോകത്തിൽ സർവേശന സ്തുതിഗീതം ഭൂമിയിലെന്നും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാ സ്വർലോകത്തിൽ സർവേശന സ്തുതിഗീതം മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാ സ്വർലോകത്തിൽ സർവേശന സ്തുതിഗീതം ഭൂമിയിലെന്നും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. സ്വർഗസ്ഥിതനാം പാദാമിൻ നാമം പൂജിതമാകണമേ. നിൻ രാജ്യം വന്നിടണമേ. പരിശുദ്ധൻ നീ പരിശുദ്ധൻ. പരിശുദ്ധൻ നീ എന്നെന്നും പരിശുദ്ധൻ നീ പരിശുദ്ധൻ. സ്വർഗസ്ഥിതനാം നാമം പൂജിതമാകണമേ. നിൻ രാജ്യം വന്നിടണമേ. സ്വർഗത്തെന്നതുപോലുലകിൽ നിൻ ചിത്തം നിറവേറണമേ. ആവശ്യകമായ ആഹാരം ഞങ്ങൾ ഇന്നരുളിടണമേ. ഞങ്ങൾ കടങ്ങൾ പറത്തതുപോൽ ഞങ്ങൾക്കുള്ള കടം സകലം പാപത്തിൻ കടബാധ്യതയും ദൈവമേ, വിവാഹത്താൽ ബന്ധിതരായി ഹൃദയത്തിൽ ജീവിക്കുവാൻ ഈ ദാസരെ അങ്ങ് വിളിച്ചുവല്ലോ. സ്വർഗീയ വരങ്ങളാൽ ഈ വധൂവരന്മാരെ സമ്പന്നരാക്കുകയും അങ്ങയുടെ കൽപ്പനകൾ പാലിച്ച് മാതൃകാപരമായി ജീവിക്കുന്ന കുടുംബത്തിന് രൂപം നൽകുവാൻ ഇവരെ സഹായിക്കുകയും ചെയ്യണമേ. അങ്ങയുടെ മഹത്വത്തിനും മനുഷ്യകുലത്തിന്റെ നന്മയ്ക്കും വേണ്ടി ഈ കുദാശ യോഗ്യതയോടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. എന്റെ പുത്രിയെ ശ്രദ്ധിച്ചു കേൾക്കുക.
നിന്റെ ജനത്തെയും പിതൃഗ്രഹത്തെയും നീ മറന്നു കളയുക. ഞങ്ങളുടെ രക്ഷകന്റെ മണവാട്ടിയായ സഭയെ നീ സന്തോഷിക്കുക. നിത്യനായ ദൈവം തന്റെ സ്നേഹം മൂലം നിന്നെ തന്റെ മണവാട്ടിയായി തിരഞ്ഞെടുത്തു. രാജപുത്രിയുടെ അഴകെല്ലാം ആന്തരികമാകുന്നു, അവളുടെ മേലങ്കി പൊന്നുപൊതിഞ്ഞതാകുന്നു. വിലയേറിയ കാഴ്ചകളുമായി രാജാവിനെ അവൾ സന്ദർശിക്കും. തോഴികളായ കന്യകമാർ അവളെ അനുഗമിക്കും. അവർ ഉല്ലാസഭരിതരായി രാജകൊട്ടാരത്തിൽ പ്രവേശിക്കും. എല്ലാ തലമുറകളും അവിടുത്തെ നാമം അനുസ്മരിക്കും. നിന്റെ ഭാര്യ നിന്റെ ഭവനത്തിൽ വിളഞ്ഞു കിടക്കുന്ന മുന്തിരിവള്ളിയാകും. നിന്റെ മക്കൾ മേശയ്ക്ക് ചുറ്റും സൈത്തുമുളകൾ പോലെയുമായിരിക്കും. കർത്താവിനെ ഭയപ്പെടുന്നവരെല്ലാം ഇപ്രകാരം അനുഗ്രഹീതരാകും. ജീവിതത്തിന്റെ ഓരോ ദിവസവും കർത്താവ് സിഹ്യോനിൽ നിന്ന് നിന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. ഞങ്ങളുടെ രക്ഷകന്റെ മണവാട്ടിയായ സഭയെ നീ സന്തോഷിക്കുക. നിത്യനായ ദൈവം തന്റെ സ്നേഹം മൂലം നിന്നെ തന്റെ മണവാട്ടിയായി തിരഞ്ഞെടുത്തു. ഞങ്ങളുടെ കർത്താവായ ദൈവമേഘ നൽകിയിട്ടുള്ളതുമെന്നാൽ കൃതജ്ഞത പ്രകാശിപ്പിക്കുവാൻ ഞങ്ങൾക്ക് കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിചൂടി നിൽക്കുന്ന സഭയിൽ ഞങ്ങൾ അങ്ങേ നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. അങ്ങ് സകലത്തിൻ്റെയും നാഥനും സൃഷ്ടാവുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. ഞാൻ ലോകത്തിന്റെ പ്രകാശമാകുന്നു. എന്നെ അനുഗമിക്കുന്നവൻ അന്ധകാരത്തിൽ നടക്കുകയില്ല എന്നരുളി ചെയ്ത മിശിഹ നമുക്ക് മാർഗ്ഗദീപമായിരിക്കട്ടെ. സർവാധിപനാം കർത്താവേ, നിൻ സ്തുതി ഞങ്ങൾ പാടുന്നു. ഈശോനാഥാവിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. ഉദ്ധാനം നീ അരുളുന്നു. അക്ഷയമവനുടെ ആത്മാവിൻ ഉത്തമരക്ഷയുമേകുന്നു. എൻ്റെ കർത്താവേ, നീ സത്യമായി ഞങ്ങളുടെ ശരീരങ്ങളെ ഏർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിൻ്റെയും നാഥ എന്നേക്കും ആമേൻ. ശബ്ദമുയർത്തി പാടിയിടുവിൻ, സർവരും ഒന്നായി പാടിയിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ, വാഴ്ത്തിടുവിൻ. പരിപാവനനാം സർവേശാ, പരിപാവനനാം ബലവാനേ, പരിപാവനനാം അമർത്യനേ, കാരുണ്യം നീ ചൊരിയണമേ. സഹോദരി, വിശുദ്ധ പത്രോസിൽ എഴുതിയ ഒന്നാം ലേഖനം. കർത്താവെ ആശ്വദിക്കണമേ. മിശിഹ സഹോദരനെ അനുഗ്രഹിക്കട്ടെ. ഭാര്യമാരെ, നിങ്ങൾ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുവിൻ. വചനം അനുസരിക്കാതെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ വാക്കുകൊണ്ടല്ല പെരുമാറ്റം കൊണ്ട് വിശ്വാസത്തിലേക്ക് ആനയിക്കാൻ ഭാര്യമാർക്ക് കഴിയും. അവർ നിങ്ങളുടെ ആദരപൂർവ്വവും നിഷ്കളങ്കമായ പെരുമാറ്റം കാണുന്നത് മൂലമാണ് ഇത് സാധ്യമാവുക. ബാഹ്യമോടികളായ പിന്നെമുടിയോ സ്വർണ്ണാഭരണമോ വിശേഷ വസ്ത്രങ്ങളോ അല്ല നിങ്ങളുടെ അലങ്കാരം. പിന്നെയോ ദൈവസന്നിധിയിൽ വിശിഷ്ടവും സൗമ്യവും ശാന്തവുമായ ആത്മാവാകുന്ന അനുസൃതം അണിഞ്ഞ ആന്തരിക വ്യക്തിത്വമാണ്. ദൈവത്തിൽ പ്രത്യാശ വച്ചിരുന്ന വിശുദ്ധ സ്ത്രീകൾ മുമ്പ് ഇപ്രകാരം തങ്ങളെ തന്നെ അലങ്കരിക്കുകയും തങ്ങളുടെ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുകയും ചെയ്തിട്ടുണ്ട്. സാറ അബ്രാഹത്തെ നാഥ എന്ന് വിളിച്ചുകൊണ്ട് അനുസരിച്ചിരുന്നല്ലോ. നന്മ ചെയ്യുകയും ഒന്നിനെയും ഭയപ്പെടാതിരിക്കുകയും ചെയ്താൽ നിങ്ങൾ അവളുടെ മക്കളാകും. ഇങ്ങനെ തന്നെ ഭർത്താക്കന്മാരെ നിങ്ങൾ വേഗത്തോടെ നിങ്ങളുടെ ഭാര്യമാരോട് ജീവിക്കുവിൻ. സ്ത്രീ ബലഹീന പാത്രമാണെങ്കിലും ജീവിതദായമായ കൃപയ്ക്ക് തുല്യ അവകാശി എന്ന നിലയിൽ അവളോട് ബഹുമാനം കാണിക്കുവിൻ. ഇത് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് തടസ്സമുണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ്. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. സാമോദം നാം പാടിടാം, ഹല്ലേലൂയ പാടിടാം. മധുരിതമാശയ സുധയിന്നൻ മാനസമലരിൽ നിറയുന്നു.
മാനസമലരിൽ സാമോദം നാം പാടിടാം. ഹല്ലേലൂയ പാടിടാം. ഹല്ലേലൂയ 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 നിങ്ങൾ മൗനമായ ശ്രദ്ധാപൂർവം പരിസ്ഥിതി ശ്രവിക്കുവാൻ. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. 3-ാം ദിവസം ഗലീലയിലെ കാനായിൽ ഒരു വിവാഹ വിരുന്ന് നടന്നു. യേശുവിൻ്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. യേശുവും ശിഷ്യന്മാരും വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരുന്നു. അവിടെ വീഞ്ഞ് തീർന്നു പോയപ്പോൾ യേശുവിൻ്റെ അമ്മ അവനോട് പറഞ്ഞു, അവർക്ക് വീഞ്ഞില്ല. യേശു അവളോട് പറഞ്ഞു, സ്ത്രീയെ, എനിക്കും നിനക്കും എന്ത്? എൻ്റെ സമയം ഇനിയുമായിട്ടില്ല. അവൻ്റെ അമ്മ പരിചാരകരോട് പറഞ്ഞു, അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവിൻ. യഹൂദരുടെ ശുദ്ധീകരണ കർമ്മത്തിനുള്ള വെള്ളം നിറയ്ക്കുന്ന 6 കൽഭരണികൾ അവിടെ ഉണ്ടായിരുന്നു. ഓരോന്നിലും 2-3 അളവ് കൊള്ളുമായിരുന്നു. ഭരണികളിൽ വെള്ളം നിറയ്ക്കുവിൻ എന്ന് യേശു അവരോട് കൽപ്പിച്ചു. അവർ അവയെല്ലാം വക്കോളം നിറച്ചു. ഇനി പകർന്ന് കലവറക്കാരൻ്റെ അടുത്ത് കൊണ്ടു ചെല്ലുവിൻ എന്നവൻ പറഞ്ഞു. അവർ അപ്രകാരം ചെയ്തു. കലവറക്കാരൻ വീഞ്ഞായി മാറിയ ആ വെള്ളം രുചിച്ചു നോക്കി. അത് എവിടെ നിന്നാണെന്ന് അവൻ അറിഞ്ഞില്ല. എന്നാൽ വെള്ളം കോരിയ പരിചാരകർ അറിഞ്ഞിരുന്നു. അവൻ മണവാളനെ വിളിച്ച് പറഞ്ഞു, എല്ലാവരും മേലത്തരം വീഞ്ഞ് ആദ്യം വിളമ്പുന്നു, അതിഥികൾക്ക് ലഹരി പിടിച്ചു കഴിയുമ്പോൾ താഴ്ന്ന തരവും. എന്നാൽ നീ നല്ല വീഞ്ഞ് ഇതുവരെയും സൂക്ഷിച്ചു വെച്ചുവല്ലോ. യേശു തൻ്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണ് ഗലീലയിലെ കാനായിൽ ചെയ്ത അത്ഭുതം. അവൻ്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ശംശയായ സ്നേഹം നിറഞ്ഞ സിജിൻ, റീമ, അവരുടെ മാതാപിതാക്കള്, ബന്ധുമിത്രാദികള്, പ്രിയ സഹോദരി സഹോദരന്മാര്, വലിയൊരു പ്രസംഗത്തിന് ഒരുങ്ങിയൊന്നുമല്ല ഞാൻ ഇവിടെ വന്നിരിക്കുക. 3-4 അച്ഛന്മാർ ഉണ്ടാകുമെന്നുള്ളൊരു പ്രതീക്ഷയായിരുന്നു എൻ്റെ മനസ്സിൽ. അതുകൊണ്ട് തന്നെ പ്രസംഗം മറ്റൊരാൾക്ക് കൊടുക്കാമെന്നുള്ളൊരു ചിന്തയോടെയാണ് വന്നത്. ഇവിടെ വന്നു കഴിഞ്ഞപ്പം അച്ഛൻ മാത്രമാണ് എൻ്റെ കൂടെ ഉള്ളത്. അച്ഛൻ പറഞ്ഞാൽ കെട്ടീര് ഞാൻ നടത്താം. അച്ഛൻ വിശുദ്ധ കുർബാനയും പ്രസംഗവും അച്ഛൻ തന്നെ നടത്തുന്നതാണ് നല്ലത്. അപ്രകാരം എന്ത് പറയണമെന്നറിയാതെയുള്ള ഒരു വിഷമസന്ധിയിലാണ് ഞാൻ നിൽക്കുക. എന്നിരുന്നാൽ തന്നെയും ഈ മനോഹരമായ സുദിനത്തിൽ 2 വാക്ക് സംസാരിച്ചില്ല എങ്കിൽ അത് മോശമാകുമെന്നുള്ള ഉത്തമമായ ബോധ്യവും എനിക്കുണ്ട്. ആദിയിൽ ഓരോ സൃഷ്ടിയും നടത്തിയതിന് ശേഷം ദൈവമായ കർത്താവ് ഇപ്രകാരം പറഞ്ഞു, നന്നല്ല. ഒരു സൃഷ്ടി നടത്തിയതിന് ശേഷമാണ് ദൈവമായ കർത്താവിൻ്റെ വാക്ക് ഇപ്രകാരം. ഏത് സൃഷ്ടിയാണെന്നറിയാമോ? മനുഷ്യ സൃഷ്ടി നടത്തിയതിന് ശേഷം ദൈവമായ കർത്താവ് പറഞ്ഞു, നന്നല്ല. എന്താണ് നന്നല്ലാത്തത്? അവൻ ഏകനായിരിക്കുന്നത് നന്നല്ല. പുരുഷൻ ഏകനായിരിക്കുന്നത് നന്നല്ല. തീർച്ചയായും ഇന്ന് കൂട്ടി വായിക്കുമ്പോൾ നമുക്ക് വലിയ സന്തോഷത്തോടെ പറയാൻ കഴിയും, സിജിൻ ഏകനായിരിക്കുന്നത് നന്നല്ല എന്നുള്ള ദൈവമായ കർത്താവിൻ്റെ ചിന്തയിന്മേലാണ് റീമായെ സിജിന് നൽകുക. അതുകൊണ്ട് തന്നെ ഇത് മാനുഷികമായൊരു തിരഞ്ഞെടുപ്പല്ല, മറിച്ച് ദൈവമായ കർത്താവിൻ്റെ തിരഞ്ഞെടുപ്പാണ്. അല്ല എങ്കിൽ രാജകുമാരിയിലായിരിക്കുന്ന റീമയും പേഴങ്കണ്ടത്തിലായിരിക്കുന്ന സിജിനും ഒരിക്കലും ഒന്നുചേരാൻ ഒരു സാധ്യതയുമില്ല. ഒരുമിച്ച് പഠിച്ചിട്ടുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഒരുമിച്ച് ജോലി ചെയ്തിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നില്ല. എന്തെങ്കിലും മീഡിയ വഴി പരിചയപ്പെട്ടു എന്ന് വിചാരിക്കുന്നില്ല. ഇത് മാതാപിതാക്കൾ മനസ്സിലാക്കിക്കൊണ്ട് പരസ്പരം ഒന്നിച്ചു ചേർക്കുക എന്നുള്ള ദൈവമായ കർത്താവിൻ്റെ പദ്ധതിക്ക് മുമ്പിൽ മാതാപിതാക്കൾ കൂടി ആമേൻ പറഞ്ഞതിൻ്റെ ഒരു സന്തോഷത്തിന്മേലാണ് നാം ഇന്ന് ഈ ദേവാലയത്തിൽ ഒരുമിച്ച് കൂടിയിരിക്കുക.
അതുകൊണ്ട് തന്നെ ഈ തിരഞ്ഞെടുപ്പ് ദൈവമായ കർത്താവിൻ്റേതാണ് എന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. നമ്മുടെ തിരഞ്ഞെടുപ്പല്ല, ദൈവമായ കർത്താവിൻ്റെ തിരഞ്ഞെടുപ്പ്. ദൈവം തിരഞ്ഞെടുത്തിട്ടുള്ളതൊക്കെയും നന്മ നിറഞ്ഞ ജീവിതം, അനുഗ്രഹപ്രദമായ ജീവിതം നയിക്കുന്നതായാണ് വിശുദ്ധ വചനത്തിൽ നാം കാണുക. അങ്ങനെയെങ്കിൽ നിങ്ങളുടെ ഈ തിരഞ്ഞെടുപ്പിൽ ദൈവമായ കർത്താവിന് ഉചിതമായ പദ്ധതിയുണ്ട്. ആ പദ്ധതി നിങ്ങളുടെ ക്ഷേമത്തിനും നന്മയ്ക്കും വേണ്ടി മാത്രമുള്ളതായിരിക്കുമെന്നുള്ളതിൽ നിങ്ങൾക്കും അസംശയം ലവലേശം വേണ്ട. അതുകൊണ്ട് ഏറ്റവും അനുഗ്രഹപ്രദമായി സന്തോഷപ്രദമായി ഈ ഉടമ്പടിയിലേക്ക് പ്രവേശിക്കാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്നുള്ളതാണ് ഞാൻ ആശംസിക്കുക. എല്ലാവർക്കും വേണ്ടി. തമാശ രൂപേണയാണെങ്കിലും പറയുന്നൊരു കാര്യമുണ്ട്. ഒരു അധ്യാപകൻ ഒരു കുട്ടിയോട് ക്ലാസ്സിൽ ഇപ്രകാരം ചോദിച്ചു, ഒന്നും എത്രയാണ്? സ്വാഭാവികമായി അതിൻ്റെ ഉത്തരം നമുക്കറിയാം, 1 കൂട്ടിയാൽ 2. പക്ഷേ ആ കുട്ടി പറഞ്ഞ ഉത്തരം 1 കൂട്ടിയാൽ ഒരു വലിയ 1 എന്നുള്ളതാണ്. അതിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് ആ കുട്ടി അധ്യാപകനോട് ഇപ്രകാരം പറഞ്ഞു, സാറേ, എൻ്റെ വീടിൻ്റെ വടക്ക് വശത്തു നിന്നും തെക്ക് വശത്തു നിന്നും ഓരോ ചെറിയ പുഴകൾ വരുന്നുണ്ട്. അത് വീടിൻ്റെ മുൻവശത്തെത്തി കഴിയുമ്പോൾ ഒന്നായി ചേർന്ന് വലിയ ഒരു പുഴയായി ഒഴുകിപ്പോകുന്നതായാണ് ഞാൻ കാണുക. അങ്ങനെയെങ്കിൽ 1 വലിയ ഒരൊന്നല്ലേ? അധ്യാപകൻ എന്താണ് മറുപടി പറയുക? ഇവിടെ അതിനെന്താണ് പ്രസക്തി എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. പക്ഷേ വിവാഹ ജീവിതത്തിൽ നിങ്ങളെ ഒന്നിപ്പിച്ച ദൈവമായ കർത്താവിൻ്റെ ആഗ്രഹവും ഇതാണ്. ഈ ഒന്നും ചേർന്ന് വലിയ ഒരു ഒന്നായി ഒഴുകി തുടങ്ങുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് നൽകുന്ന ഏറ്റവും വലിയ സമ്മാനം ഞങ്ങളുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനകളാണ്. ഈ പ്രാർത്ഥനകൾ ഇന്ന് നിങ്ങൾക്കായി ഞങ്ങൾ സമർപ്പിക്കുന്നു. നമുക്ക് എണീറ്റ് നിന്ന് തുടർന്നുള്ള വിശുദ്ധ ബലിയിൽ പങ്കുചേരാം. ഇവരെ പ്രത്യേകമാംവിധം ദൈവത്തിന്റെ സന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് വിശുദ്ധിയിലും നന്മയിലും ദൈവം ആഗ്രഹിക്കുന്ന വിധത്തിലും വളർന്നു വരുവാൻ, നല്ലൊരു കുടുംബമായി വളർന്നു വരുവാൻ അനുഗ്രഹിക്കണമേ എന്നുള്ള പ്രാർത്ഥന ദൈവത്തിന്റെ സന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്കായിരിക്കുകയും ചെയ്യാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, വധൂവരന്മാർ സന്തോഷത്തോടും പ്രതീക്ഷയോടും കൂടി ആരംഭിക്കുന്ന കുടുംബജീവിതം വിജയകരമായി നയിക്കുവാൻ ഇവരെ അനുഗ്രഹിക്കണമേ. അങ്ങയുടെ ശാന്തിയും സമാധാനം ഇവരെ നിറയ്ക്കുകയും അങ്ങയുടെ ദാസർക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്ന നിത്യകിരീട നേടുവാൻ ഇവരെ അർഹരാക്കുകയും ചെയ്യണമേ. അങ്ങയുടെ സ്നേഹത്തിൽ ഇവരെ വളർത്തിയ മാതാപിതാക്കളെയും കുടുംബാംഗങ്ങളെയും ഈ തിരുകർമ്മത്തിൽ പങ്കെടുക്കുന്ന ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നയിക്കും. ആദിയിൽ പുരുഷന് ജീവിത സഖി നൽകിയ ദൈവമേ, അങ്ങയുടെ അനന്ത പരിപാലനെ ഞങ്ങൾ വാഴ്ത്തുന്നു. ഭാര്യ ഭർത്താക്കന്മാരാകാൻ ആഗ്രഹിക്കുന്നവരെ സ്നേഹത്തിൽ ബന്ധിപ്പിക്കുന്ന ഈ കുദാസ യോഗ്യതയോടെ പരിക്രമം ചെയ്യുവാൻ അങ്ങയുടെ ദാസനെ ശക്തനാക്കണമേ. അങ്ങയുടെ കൃപാവിനെ സമൃദ്ധമായി നീൽ ചൊരിയണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നയിക്കും. തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടി റീമയെ നിന്റെ ഭാര്യയായി സ്വീകരിക്കുന്നു. റീമ മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടി സിജനെ നിന്റെ ഭർത്താവായി സ്വീകരിക്കുന്നു. സാക്ഷികൾ, നിങ്ങൾ വിവാഹ ഉടമ്പടിക്ക് സാക്ഷികളാണല്ലോ. നിങ്ങൾ തമ്മിലുള്ള ഈ ഉടമ്പടിയുടെ അടയാളമായി പരസ്പരം വലതുകരം ചേർത്ത് പിടിക്കും. അബ്രാഹത്തിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെ ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. സ്നേഹത്തോടും മനസ്സിൻ്റെ ഐക്യത്തോടു കൂടി കുടുംബജീവിതം നയിക്കുവാൻ നമ്മുടെ കർത്താവ് മിശിഹ നിങ്ങളെ വിവാഹത്തിൽ ബന്ധിക്കുമാറാകട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ കുരിശുമരണം വഴി തിരുസഭയെ വധുവായി സ്വീകരിച്ച കർത്താവെ, വിശ്വാസത്തിലും സ്നേഹത്തിലും വധുവരന്മാരെ ഒന്നിപ്പിക്കുന്ന ഈ താലി ദയാപൂർവം ആശീർവദിക്കണമേ. ഐക്യത്തിൻ്റെ പ്രതീകമായി താലി അഭേദ്യമായ സ്നേഹത്തിലും പൂർണ്ണമായ വിശ്വസ്തയിലും ഇവരെ ബന്ധിക്കുമാറാകട്ടെ. ജീവിതത്തിലുണ്ടാകുന്ന ക്ലേശങ്ങൾ സന്തോഷപൂർവ്വം സഹിക്കുവാനും നിന്റെ ഇഷ്ടമനുസരിച്ച് പരിശുദ്ധനായി ജീവിക്കുവാനും ഇതിൽ മുദ്രിതമായിരിക്കുന്ന കുരിശ് ഇവർക്ക് ശക്തി നൽകട്ടെ. ഇത് ഇവരുടെ വിശ്വസ്തയുടെ അടയാളമായിരിക്കുകയും ചെയ്യട്ടെ.
കർത്താവായ ദൈവമേ, ദമ്പതിമാരും ഇവർ പരസ്പരം അണിയിക്കുന്ന ഈ മോതിരങ്ങൾ ആശീർവദിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. കൃപാവരത്തിൻ്റെ അനുസൃത വസ്ത്രത്താൽ മനുഷ്യാത്മാവിനെ അലങ്കരിക്കുന്ന കാരുണ്യവാനായ കർത്താവേ, ഈ മന്ത്രകോടി ആശീർവദിക്കണമേ. പൂർണ്ണമായ ആത്മസമർപ്പണവും പരസ്പര സ്നേഹവും വഴി നിന്നെ ധരിക്കുവാൻ ഈ ദമ്പതിമാരെ അനുഗ്രഹിക്കണമേ. നിന്റെ മണവാട്ടിയായ പരിശുദ്ധ സഭയെ മഹത്വത്തിൻ്റെ വസ്ത്രം ധരിപ്പിച്ച കർത്താവേ, ലോകത്തിൽ നിഷ്കളങ്കരായി ജീവിച്ച് സ്വർഗത്തിൽ മഹത്വത്തിൻ്റെ വസ്ത്രം അണിയുവാൻ ഇവരെ യോഗ്യരാക്കുകയും ചെയ്യണമേ. സൗഭാഗ്യമേക മണ്ണിന് വിണ്ണോട് ചേർക്കാം കല്യാണരൂപനാകും യേശുനാഥൻ കരുണാവർഷം പൊഴിയുന്നു. ഇന്നു മുതൽ മരണം വരെ സന്തോഷത്തിലും ദുഃഖത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും പരസ്പര സ്നേഹത്തോടും വിശ്വസ്തയോടും കൂടി ഏക മനസ്സോടെ ജീവിച്ചു കൊള്ളാമെന്ന് വിശുദ്ധ സുവിശേഷ സാക്ഷിയാക്കി ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. ഈ വാഗ്ദാനം അനുസരിച്ച് ജീവിക്കുവാൻ സർവശക്തനായ ദൈവം ഞങ്ങളെ സഹായിക്കട്ടെ. സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആന്തരിക സൗന്ദര്യത്താലും പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങളാലും അവിടെ നിങ്ങളെ സമ്പന്നരാക്കട്ടെ. തിരുസഭയുടെ ശിരസ്സായ മിശിഹായ എപ്പോഴും നിങ്ങളുടെ ഭരണകർത്താവും സംരക്ഷകനുമായിരിക്കട്ടെ. ജീവിതത്തിലെ എല്ലാ പ്രവർത്തനങ്ങളിലും അവിടുന്ന് നിങ്ങൾക്ക് തുണയായിരിക്കട്ടെ. മാനസികവും ശാരീരികമായ ആരോഗ്യവും ഭൗതികമായ സുസ്ഥിതിയും അവിടുന്ന് നിങ്ങളിൽ ചൊരിയട്ടെ. ദൈവം നിങ്ങൾക്ക് നൽകുന്ന മക്കളെ സന്തോഷപൂർവ്വം സ്വീകരിക്കുന്നതിനും അവരെ വിശുദ്ധിയുടെ മാർഗത്തിൽ നയിക്കുന്നതിനും അവിടെ നിങ്ങളെ സഹായിക്കട്ടെ. അവിടത്തേക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ നിങ്ങളെ അവിടുന്ന് യോഗ്യരാക്കുകയും ചെയ്യട്ടെ. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയുടെ ആത്മാ
ആത്മാവോടും കൂടെ. ഈശോയെ കാണാൻ ആ കൊതിയോടെ ഈശോയെ നിന്റേതായിടാൻ. ഈ കുർബാനയപ്പത്തിൽ ഈശോയെ കാണാൻ ആ കൊതിയോടെ ഈശോയെ നിന്റേതായിടാൻ. നീ അനന്തമായ സ്നേഹത്താൽ പുരുഷനും സ്ത്രീയുമായി മനുഷ്യനെ സൃഷ്ടിക്കുകയും സൃഷ്ടികർമ്മത്തിൽ അവരെ പങ്കാളികളാക്കുകയും ചെയ്ത കാരുണ്യവാനായ ദൈവം വാഴ്ത്തപ്പെട്ടവനാകട്ടെ. വിവാഹമെന്ന ഗോദാസയിൽ നിർമ്മലമായ സ്നേഹത്തിലും നിസ്വാർത്ഥമായ ആത്മസമർപ്പണത്തിലും അവിടുന്ന് നിങ്ങളെ കാത്തു പരിപാലിക്കട്ടെ. മിശിഹായുടെ അവയവങ്ങളും പരിശുദ്ധാത്മാവിൻ്റെ ആലയങ്ങളുമായ നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും പ്രീതികരവുമായ സജീവ ബലിയായി ദൈവത്തിന് സമർപ്പിക്കുവാൻ ഈ കൂദാശ നിങ്ങളെ ശക്തരാക്കട്ടെ. സന്താന സൗഭാഗ്യം നൽകി ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയുടെ കൂട്ടായ്മയിൽ നിങ്ങളുടെ കുടുംബം അഭിവൃദ്ധി പ്രാപിക്കട്ടെ. നിങ്ങളുടെ ജീവിതം അവിടുന്ന് ഐശ്വര്യപൂർണമാക്കുകയും നിങ്ങളുടെ ആശകളും പ്രതീക്ഷകളും അവിടുന്ന് സഫലമാക്കുകയും ചെയ്യട്ടെ. ആവശ്യ നേരത്ത് സഹായിക്കുവാൻ നിരവധി ആത്മാർത്ഥ സുഹൃത്തുക്കളെ ദൈവം നിങ്ങൾക്ക് പ്രദാനം ചെയ്യട്ടെ. സ്വർഗീയ മണവറയിൽ അവിടുത്തേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും സമർപ്പിക്കുവാൻ നിങ്ങൾ യോഗ്യരാകട്ടെ. നവദമ്പതിമാരായ നിങ്ങളെയും ഈ തിരുക്കർമ്മങ്ങളിൽ പങ്കുചേർന്ന എല്ലാവരെയും ദൈവം ആശീർവദിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.
Father, I said till death do us part. I want to mean it with all of my heart. Help me to love you more than I love her. Then I know I can love her more than anyone else. And bring her in your presence today. Make her what you want her to be. I pray to hear her heart. I pray she'll love you more. I pray to cherish and serve her, and will bring you glory today. I pray. Father, I said till death do us part. I want to mean it with all of my heart. Help me to love you more than I love him. Then I know I can love him more than anyone else. Forever seems like a long time, but nothing seems like a long time when I am with you. I feel like I'm walking on water since the day that I asked your father to let go of his daughter. So give me your blessing, sir. I'll give her all that I've got. It doesn't look like much, but it sure feels like a lot. Let her take my heart and take my hand. Take my heart and take my hand. Take my heart and take my hand again and again. Right where we stand. I never really know what love is, but whatever it is, I feel it in your kiss. You walked in like somebody planned it all. I feel right where I belong. My knees are weak, my heart is strong. Good afternoon, everyone. I am Ina Mediatins, and it gives me great pleasure to welcome all our respected elders, dear relatives, and beloved friends to this beautiful wedding family gathering. Today is a day filled with happiness, gratitude, and togetherness. A moment where two hearts and two families come together to begin a new journey. And we are truly thankful to celebrate it with you.
introduce the bride and the groom. Our groom, Mr. Sijan J. George, has completed his MSc in chemistry and is presently working as assistant manager, relationship retail at the Federal Bank Limited, Kottayam. Our bride, Dr. Reema Joseph from Mangalathu Karotu, completed her BHMS from ANSS Homeopathic Medical College, Kottayam in 2022. And she is currently serving as a medical officer at the District Homeo Hospital, Kottayam, with dedication and compassion. Together, they step into married life with strong values, commitment, and shared dreams. At this meaningful event, I kindly invite the parents of both the bride and the groom to please come forward and join the couple on the stage. Today reflects years of love, care, guidance, and silent prayers that have brought them to this beautiful day. We warmly welcome the groom's parents, Mr. Jomon George and Mrs. Celine Jomon. Parents of the groom engaged in business through CJ Associates and SBI Customer Service Point, Kattapana. Now, welcoming the bride's parents, Mr. Joseph MJ and Mrs. Shirley Joseph. Parents of the bride and Mr. Joseph being a farmer, a profession rooted in patience and dedication. So let us put our hands together to welcome them. At this joyful moment, I would like to invite the beloved siblings and their families to come forward. First, I would like to invite the bride's elder sister, Mrs. Grishma Joseph, working as a staff nurse at Holy Family Hospital, Thoduvuzha, accompanied by her husband, Mr. Bibin Matthew, teacher at Nirmala Public School, Muvattuvuzha, along with their children, Philan Teresa Bibin and Matthew Francis Bibin. Kindly request you to please come forward. Next, I invite the second sister, Mrs. Reshma Joseph, medical officer at Kerala Ayurvedic Center, Jalandhar, along with her husband, Mr. Ajay Anthony, financial manager of Softex Smart Solution, Jalandhar. Please come forward. Now I invite the groom's sister, Mrs. Sijamol J. George, MCom in Finance and Taxation, along with her husband, Mr. Jobin Anthony, Chef Supervisor in Dubai. And we cordially invite the partners of Pavitra Group and High Grade Finance. Now I kindly invite the bride, the groom, and the families of both the bride and groom to lead the lamp. We ran so fast up the mountain as the sun fell low. We climbed so high to chase the light sent from the sunset glow. 'Cause time won't wait for us, it fades away so fast, and soon these days will pass. So make these moments last. We stood and looked out as the colors in the sky ran wild. In that moment, I felt like I was seeing through the eyes of a child. 'Cause time won't wait for us,
It fades away so fast, and soon these days will pass. So make these moments last. Seek to reach the heights of the Alpine. Seize the golden light when the sun shines. Realize time is a precious gift. So make these moments last. Found time flies like a camera flashing in my eyes. So blind, I turned and the moment simply passed me by. 'Cause time won't wait for us. It fades away so fast, and soon these days will pass. So make these moments last. Seek to reach the heights of the Alpine. Seize the golden light when the sun shines. Realize time is a precious gift. So make these moments last. Seek to reach the heights of the Alpine. Seize the golden light when the sun shines. Realize time is a precious gift. So make these moments last. All I'll be, everything in this world, all that I'll ever need is in your eyes, shining at me. When you smile I can feel all my passion unfolding. Your hand brushes mine, and the thousand sensations seduce me, 'cause I do cherish you for the rest of my life. You don't have to think twice. I will love you still from the depths of my soul. It's beyond my control. I will wait so long to say this to you. If you're asking, do I love you this much? Well, I do. Oh, baby. In my world, before you, lived outside my emotions. Didn't know where I was going till that day I found you. How you opened my
of my soul. It's beyond my control. I've waited so long to say this to you. If you're asking, do I love you this much? Yes, I do. I do. If you're asking, do I love you this much? Baby, I do. Cherish you from the depths of my soul. It's beyond my control. I've waited so long to say this to you. If you're asking, do I love you this much? Baby, I do. We're standing still in the wake, watching all go by. For all that we know, it's a trick of the light. A paper plane, push away, let it fall or be free. The further it goes, the closer we'll be. As it's all unfolding, every dream we're holding, we'll find a home, find a home. If we let it go, let it go. All we are is all we are. All we are is all we are. Don't turn back, we've come this far. All we are is all we are. Holding a flame, throwing light on a parallel life. But look at us now, we can see with clear eyes. As it's all unfolding, every dream we're holding, we'll find a home, find a home. If we let it go, let it go. All we are is all we are. All we are is all we are. Don't turn back, we've come this far. All we are is all we are. All we are is all we are. If we all we are is all we are. When you walked into the room, I couldn't keep my eyes off of you. Was it make-believe, or was it a dream? I've been waiting all my life. Feels like I've struck a gold mine. With your hand in mine, our love came alive. We've still got the rest of our lives. The rest of our lives. The rest of our lives. Oh, the rest of our lives. Dance
with me beneath the stars, moonlight crashing on our wild hearts. With your head in mine, everything is fine. We've still got the rest of our lives. The rest of our lives. The rest of our lives. Oh, the rest of our lives. Love is a journey, we'll steady the course, fight for each other no matter the score. Through heartache we'll carry the love that we swore. If you just take my hand, oh won't you just take my hand. Somehow better off, somehow better off. We're falling apart. We're falling apart. On the long way home. Things that once were whole, things that once were whole are coming apart. They're coming apart. I don't wanna know. There's some